അപ്പം മുമ്പുണ്ടായ നമുക്കുണ്ടായ അനുഭവങ്ങളുടെ ആ ദേഷ്യവും അവരോടുള്ള ആ പകയും ആണ് ഉള്ളിൽ കിടന്ന് പുകഞ്ഞിരിക്കുന്നത്. ചെറിയ കാര്യം പോലും മതി ദേഷ്യം പുറത്തേക്ക് വരാനുണ്ട്. ആ പുറത്തേക്ക് വരുന്ന ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ അപ്പോൾ ഉണ്ടായ ആ ഒരു ഇൻസിഡന്റ് പുറത്ത് മാത്രമല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഞെട്ടിപ്പോവും. ചെറിയ കാര്യമല്ലേ പറഞ്ഞ്, ഇതിന് ഇത്രയും ഓവർ റിയാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ആ വ്യക്തി ചിലപ്പം ചിന്തിച്ചു പോകും. ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുമ്പം നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ, നമുക്ക് കരിയറിലായാലും നമ്മുടെ റിലേഷൻഷിപ്പിലായാലും കുടുംബജീവിതത്തിലായാലും മക്കളോടുള്ള ഇടപഴകലായാലും സമൂഹത്തിലെ മറ്റ് പല കാര്യങ്ങളിലായാലും നമ്മളെ നെഗറ്റീവായിട്ട് ആൾക്കാർ കാണാൻ തുടങ്ങും. അതായത് നിങ്ങളുടെ തലയിൽ നിങ്ങളൊരു ചാക്കിട്ട് മുറിച്ചും കുറേ ദേഷ്യവും പകയും എല്ലാം ചുമന്നുകൊണ്ട് നടക്കുമ്പം നിങ്ങൾ തന്നെയാണ് തളരുന്നത്. അതുകൊണ്ടാണ് രാവിലെ എണീക്കുന്നത് മുതൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളിത് ചുമക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം പോലും കിട്ടത്തില്ല. നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല. നിങ്ങളുടെ സാമ്പത്തിക രംഗം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് തൃപ്തി കിട്ടുന്നില്ല. നിങ്ങൾക്കൊരു യാത്ര പോയാൽ സന്തോഷമില്ല. നിങ്ങളൊരു ഫംഗ്ഷന് പോയാൽ നിങ്ങൾക്ക് സന്തോഷമില്ല. നിങ്ങൾക്ക് എല്ലായിടത്തും നിങ്ങൾക്ക് നെഗറ്റീവായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ഇങ്ങനെ ക്യാരി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത്. ഇത് മറികടക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫൊർഗീവ് ചെയ്യുക, ക്ഷമിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ എന്തെല്ലാം അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് നിങ്ങൾ ഓരോന്നോരോന്നും ഓർത്തെടുത്ത് ആ ഓരോരോ സംഭവങ്ങളെയും നിങ്ങൾ ക്ഷമിക്കുക. ആ വ്യക്തികളോട് നിങ്ങൾ ക്ഷമിക്കുക. ആ വ്യക്തികൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുക. അങ്ങനെ ഈ മാപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു. നിങ്ങളോടുള്ള ദേഷ്യം എനിക്ക് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഞാൻ ഇനി ഈ ദേഷ്യം കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ശരീരത്തിലോ എൻ്റെ മനസ്സിലോ ഇതിൻ്റെ നെഗറ്റീവ് എനർജിയെ, ആ ദേഷ്യത്തെ ഞാൻ ഇല്ലാതാക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ ഈ ദേഷ്യത്തെ അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു വെറുപ്പിനെ, ഇതിനെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ മാറ്റിയെടുക്കുക.